ഏതാ വൈബ്? ഓ മോനെ, നമ്മൾ ഇന്റർകോമിൽ മെല്ലാണ് ഒരു നൈസ് സോങ് ഇട്ടിട്ട് ഇങ്ങനെ പോകണം. ഇത് ദക്ഷിണ കർണാടക എത്തി. ഇപ്പം നമ്മൾ ദക്ഷിണ കർണാടക ബോർഡർ കയറി. തന്നെ ഫുൾ ഫോറസ്റ്റ് ആണ് വർഷത്തേക്ക്. നല്ല കിണ്ണം കഴിച്ച വെട്ടിക്കിട്ട സാധനം. ബട്ട് ഇറ്റ് ഈസ് സോ ഗുഡ് ബ്രോ. ഓഫ്, എൻ്റെ മോനെ നടുവിൻ്റെ പരിപ്പിളകി. ലോങ്ങൊന്നും അടിക്കാൻ പറ്റുന്നില്ല, ഷോർട്ട് ഇങ്ങനെ ഓടിക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു റൈഡ് ടു സുല്യ കംപ്ലീറ്റ് ആയിട്ട് എത്തി വെച്ചത് അറിയില്ല, പക്ഷെ ആ റോഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. ഞാൻ പോകുമ്പോൾ കാണിച്ചതാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം വിഷ്വൽസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. കുറച്ചൊക്കെ ഒന്ന് ലേറ്റ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട് സുഖല്ലേ? ഓ ഏതാ വൈബ്? ഗായ്സ്, അങ്ങനെ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഒരു CBR, ഒരു ZX 10R, 3 ടൈഗർ, ഒരു DRT 400. ഇങ്ങോട്ടേക്ക് മഴ പെയ്തിരുന്നു നല്ല ലൈറ്റായിട്ട്. ഫുൾ സിസ്റ്റം അക്ര പ്രോയ്ക്കിൻ്റെ എക്സോസ്റ്റാണ് CBR 650. നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ ZX 10R കാറ്റ് അയച്ചു മാറ്റിയിരുന്നു. ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ്. നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടി. അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് സൗണ്ട്. ഓ സൗണ്ട് ഏതാ ബ്യൂട്ടി അല്ലേ സാധനം കാണാൻ. ZX 10R. Oh, what a morning. Empty road. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാളെന്ന് പൊട്ടുന്നുണ്ട്. CTEXന്റെ നല്ല രസമാണ് പൊട്ടുന്നതൊക്കെ.
മോനെ let's go. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റോഡായി, നല്ല മൈലേജും കിട്ടും വണ്ടിക്ക്, സുഖമായിട്ട് പോവുകയും ചെയ്യാം. രാവിലെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അപ്പുറം റൈഡ് നിർബന്ധം. ഈ സ്ട്രിപ്സ് ഇല്ലാത്ത റോഡിലെ പോകുമ്പം പേടിയാകും, എവിടെ എന്താ കൊണ്ടും കുഴിയൊന്നും തിരിയുന്നില്ല. സ്ലോ സ്ലോ സ്ലോ. ഹൈവേന്ന് കട്ട് ചെയ്ത് ഗൈസ്, ഉടനെ ഉള്ള റോട്ടിലേക്ക് കൂടി. ഓ, ഈ റോഡിലേക്ക് പോകുമ്പോൾ ഭയങ്കര സമാധാനവും സ്വസ്ഥതയും. ആ റോഡ് കുറച്ച് ഷോക്കാണ്. നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം രാവിലെ ഇങ്ങനെ ഒരു റൈഡ്, നമ്മൾ ഇൻ്റർകോമിൽ മെല്ലെ ഒരു നൈസ് സോങ് ഇട്ടിട്ട് ഇങ്ങനെ പോകണം. ഓഹ്, ദാറ്റ് ഈസ് വാട്ട് ഐ എം എക്സ്പീരിയൻസിങ് നൗ. ഓ നൈസ്. ഗൈസ്, അങ്ങനെ റൈഡ് കണ്ടിന്യൂലായി. കുറച്ചും കൂടെ പോയൊരു ഫോറസ്റ്റ് എന്ന പ്ലേസ് ഉണ്ട്, അപ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത് തിരിച്ചു വരും. അതായിപ്പോൾ അതാ പ്ലാൻ. പിന്നെ ഫുഡും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. എടാ, കുറച്ച് സ്പേസിലെ സ്ഥലത്ത് നിർത്താം.
ഇവിടെ നിർത്തുന്നു. സെറ്റ് ചെയ്തോ. ഇത് ദക്ഷിണ കർണാടക എത്തി. ഇന്റർകോം പോയല്ലേ, റേഞ്ച് പോയി. അതല്ല, ഇത് മെഷ് ഇട്ടിട്ടാ, മറ്റേതായിട്ട 5G. മോനെ ഓ കാശ് ഇപ്പോൾ ഒന്ന് സമാധാനമില്ല. വെയിലൊന്ന് പോയാരാം. നേരത്തെ ഫുള്ള് കണ്ണിന് വെയിലടിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കർണാടക, ദക്ഷിണ കർണാടക ബോർഡർ കയറി. ഏതെങ്കിലും തന്നെ ഫുൾ ഫോറസ്റ്റാണ് കുറച്ചകത്തേക്ക്. നല്ല എയർ. എന്ത് രസം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫോറസ്റ്റിനകത്ത് കുറച്ച് ഫോട്ടോ എടുത്ത് പിന്നെ അങ്ങോട്ട് കുറച്ച് പോയി, പിന്നെ ആദ്യം തിരിച്ചു വരാം. അങ്ങോട്ടേക്ക് പിന്നെ ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ട് ഒന്നുമില്ല. അവിടെ നമ്മൾ തിരിച്ചു വരാം. വെയിലില്ല, സമാധാനം. പിന്നെ ഒരു ചായയും കുടിച്ച് നേരെ നാട്ടിലേക്ക്. ഓ ഓ ഈ പൊസിഷനെ മാറിയുണ്ട്. നല്ല പണിയാണ്. എന്താ മോനെ, വണ്ടി പവർഫുള്ളാണ്.
ഗായ്സ് ഏത് സാധനം ഫുൾ പൊട്ടലാണ്. കാറ്റില്ലാത്തോണ്ട് പേടിയാവുന്നുണ്ട്. പക്ഷെ അത്ര പേടിയാവുന്നില്ല. ഞാൻ RS-V4 ഓടിച്ച അത്ര പേടിയില്ല. പക്ഷെ ഇറ്റ് ഈസ് ഗുഡ്. വണ്ടി ഒന്ന് താഴ്ന്നു കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ക്യൂക്ക് ഷിഫ്റ്ററും കൂടെ ഇല്ലോണ്ട് നല്ല സുഖമുണ്ട് ഓടിക്കാൻ. വണ്ടി നല്ല കിണ്ണം കഴിച്ച് വെട്ടിക്കിട്ട സാധനം. പക്ഷെ പോസ്റ്ററാണ് മോനെ. പക്ഷെ അത്രയും അഗ്രഷനിൽ വണ്ടി പുള്ളും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ പോസ്റ്റർ. പിന്നെ ഹാൻഡിലെല്ലാം കുറച്ചും കൂടി ടൈറ്റാണ് കമ്പയർ ടു നമ്മളെ അഡ്വഞ്ചർ ടൈപ്പ് നോക്കുമ്പോൾ. കാരണം ഹൈ സ്പീഡിൽ പോകുന്നതാണ്, സ്റ്റെബിലിറ്റി വേണം. ഓ മൂട് ഇതിൻ്റെ അപ്ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പൊട്ടലാണ്. ഓഹ് ഭയങ്കര ഫൈന. നമുക്ക് ആ പൊട്ടിൽ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ട് ഒന്ന് അപ്ഷിഫ്റ്റ് ചെയ്യും. കണ്ട കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കാൻ പറ്റുമോ അറിയില്ല, മൈക്കിൽ അത്രയെല്ലാം. ബട്ട് ഇറ്റ് ഈസ് സോ ഗുഡ് ബ്രോ. ഓഫ് ഇത് രസം ഓടിക്കും. ഒന്ന് വാങ്ങി വെക്കണം ഒന്നിങ്ങനെ വീട്ടിൽ ഇടക്കിടക്കിലിങ്ങനെ ജസ്റ്റ് സ്പിന്നിന് പോവാൻ. പക്ഷെ ലോങ് ഒന്നും ഓടിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ മോനെ ലോങ് ഒന്നും ഓടിക്കുമ്പോൾ പരിപ്പിളകും. ഓ വണ്ടീൻ്റെ കയ്യിൻ്റെ റിസ്റ്റൊക്കെ വേനെടുക്കുന്നു. കേറുന്നൊന്നും അറിയുന്നില്ല സ്പീഡ്. ഓ ഇതെല്ലാം ഇതിൻ്റെ ഓണർ കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് ഇവിടെ എത്തിക്കാൻ പറ്റ അത് ആലോചിക്കുമ്പോൾ എനക്കെന്താ പോലെ ആവുന്നു. കൈവേനെടുക്കുന്നു, പുറമേനെടുക്കുന്നു. എൻ്റെ പോരോ ഞാൻ ഇത്ര പോലെ ഓടിക്കുമ്പോൾ തന്നെ. പക്ഷെ സാധനം ഇങ്ങനെ നല്ല റോഡാണെങ്കിൽ നൈസാവും. എന്നാലും കൈവേനെടുക്കുമ്പോൾ ഗ്ലൗസ് ഇട്ടുണ്ടാകും തോന്നുന്നു കുറച്ചും കൂടി വേദന. അറിയില്ല, കാരണം ഇങ്ങനത്തെ ഗ്ലൗസ് ഇടുമ്പോൾ ഒരു ടെൻഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. കാരണം ഇത് പുതിയ ഗ്ലൗസ് അധികം യൂസ് ആയിട്ട്. എൻ്റെ മോനെ നടുവിൻ്റെ പരിപ്പിളകി. നടു പുറം ഞാനല്ലേ നല്ല സുഖം. എൻ്റെ പൊന്നോ സമ്മതിക്കട്ടെ നിന്നെ കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്തിച്ചത്. പക്ഷെ എന്ത് രസം. അത് മറ്റേ ടോ അത് കേൾക്കാനായിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കളിക്കും. അമ്മേ ഒന്നെടുക്കും ഗൈസ്, ഒരു എടുക്കണം ഒരു ലിറ്റർ ക്ലാസ് ബൈക്ക്. ലോങ്ങൊന്നും അടിക്കാൻ പറ്റുന്നില്ല, ഷോർട്ട് ഇങ്ങനെ ഓടിക്കാം അത്രയല്ല.
നാട്ടുവിൻ്റെ പരിപ്പ് പോവും. ചീട്ടിക്കാരനൊരു കമ്പനി. പുള്ളിക്കാരൻ കാസർഗോഡില്ല. ഈ ലെറ്റർ ക്ലാസ് ഓടിക്കുമ്പോൾ നമ്മൾ ഓടിച്ച് തയാണ്ട് ഒരിക്കലും തിരിക്കരുത് കേട്ടോ വണ്ടി. കാരണം തെറിക്കുന്നുണ്ട് കണ്ടീന്ന് നല്ലോണം. നമ്മളെ ഈ അഡ്വഞ്ചർ ഇങ്ങനത്തെ പ്രീമിയം കാറ്റഗറിയിലെ ബൈക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 1000 cc അങ്ങനത്തെ ബൈക്സ് എല്ലാം ഭയങ്കര കെയർഫുള്ളായിരിക്കണം ഓടിക്കുമ്പോൾ. കാരണം നല്ല പോക്കും കയ്യുമെന്ന്. കെയർഫുള്ളായി പോവുക, ദാറ്റ്സ് ഓൾ. നൈസായിട്ടൊരു ചായയൊക്കെ കുടിച്ച് ഇപ്പം നേരെ ഹെഡിങ് ബാക്ക് ടു ഹോം. പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. സുള്ളിയ റോഡ് അങ്ങോട്ടേക്ക് പോയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് വെറുതെ ഒരു സൺഡേ റൈഡ് എന്ന രീതിയിൽ പോയതാണ്. ഡെസ്റ്റിനേഷൻ ഒന്നും പ്ലാൻ ചെയ്തിട്ട് പോയതല്ല. ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക്. പിന്നെ ഭയങ്കര വെയിലും, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഇതന്നെ തിരിച്ചതേപോലെ പോകുന്ന തന്നെ. അപ്പം നിങ്ങൾക്കും ബോറടിക്കണ്ട. എവിടെ വെച്ച് എൻ്റെ കയ്യിലായി. അപ്പോൾ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സപ്പോർട്ട് ഗൈസ്. ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യും. ഓക്കെ.